നമസ്കാരം. 36 വർഷം മുമ്പ് രണ്ടാമതൊരു കൊലപാതകം കൂടി ചെയ്തു. മുഹമ്മദ് അലിയുടെ വെളിപ്പെടുത്തലിൽ ഞെട്ടി പോലീസ്. കൃത്യത്തിൽ ഒരാൾ കൂടി ഉണ്ടായിരുന്നുവെന്നും എന്നാൽ അയാളെ പിന്നീട് കണ്ടില്ലെന്നും മുഹമ്മദ് അലി 1986 കൂടരഞ്ഞിയിൽ കൊലപാതകം നടത്തിയെന്ന് വെളിപ്പെടുത്തിയ വേങ്ങര സ്വദേശി മുഹമ്മദ് അലി മറ്റൊരു കൊലപാതകം കൂടി നടത്തിയെന്ന് മൊഴി. വെള്ളയിൽ ബീച്ചിൽ വെച്ച് 1989 ഒരാളെ കൊലപ്പെടുത്തിയെന്നാണ് മൊഴി. ഇതോടെ 3 വർഷങ്ങൾക്കിടെ 2 കൊലപാതകങ്ങൾ ഇയാൾ നടത്തിയെന്നാണ് പോലീസ് നിഗമനം. 1989 കോഴിക്കോട് വെള്ളയിൽ ബീച്ചിൽ വെച്ചാണ് രണ്ടാമത്തെ കൊലപാതകം നടത്തിയതെന്നാണ് മുഹമ്മദ് അലി പോലീസിനോട് വെളിപ്പെടുത്തിയത്. ഈ വെളിപ്പെടുത്തൽ ശരിവെക്കുന്നത് സംബന്ധിച്ച പഴയകാല വാർത്തകൾ പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. മാത്രമല്ല, അതേ വർഷം നടക്കാവ് പോലീസ് സ്റ്റേഷനിൽ ബീച്ചിലെ കൊലപാതകത്തിൽ ഒരു കേസ് രജിസ്റ്റർ ചെയ്തിരുന്നതായും പോലീസ് കണ്ടെത്തി. കൃത്യത്തിൽ ഒരാൾ കൂടി ഉണ്ടായിരുന്നുവെന്നും എന്നാൽ അയാളെ പിന്നീട് കണ്ടില്ലെന്നും മുഹമ്മദ് അലി പോലീസിനോട് പറഞ്ഞു. ജൂൺ 5 മുഹമ്മദ് അലി വേങ്ങര പോലീസിന് മുമ്പാകെ കീഴടങ്ങിയത്. തന്നെ ആക്രമിക്കാൻ ശ്രമിച്ചയാളെ ചവിട്ടിയെന്നും അയാൾ സമീപത്തെ തോട്ടിൽ വീണ് മരിച്ചുവെന്നുമാണ് മുഹമ്മദ് അലി വെളിപ്പെടുത്തിയത്. പോലീസ് പരിശോധനകൾ നടത്തിയെങ്കിലും ഒരു തെളിവും കിട്ടിയില്ല. പിന്നീട് പത്രവാർത്തകളിലൂടെ ലഭിച്ച സൂചനകൾ വെച്ചുകൊണ്ടാണ് അന്വേഷണം മുന്നോട്ടു പോയത്. വർഷം ഇത്രയും ആയതിനാൽ ഇതുവരേക്കും ആരാണ് മരിച്ചതെന്ന് പോലീസിന് കണ്ടെത്താനായിട്ടില്ല. ഇതിനിടയിലാണ് 1989 കൊലപാതകത്തെക്കുറിച്ച് മുഹമ്മദ് അലി വെളിപ്പെടുത്തുന്നത്. കോഴിക്കോട് നഗരത്തിൽ നിന്ന് തൻ്റെ പണം ഒരാൾ മോഷ്ടിച്ചുവെന്നും അയാളെ ബീച്ചിൽ വെച്ച് കണ്ടപ്പോൾ കഞ്ചാവ് ബാബു എന്നയാളുമൊത്ത് കൊലപ്പെടുത്തിയെന്നുമാണ് മൊഴി. കഞ്ചാവ് ബാബുവിനെ പിന്നീട് കണ്ടില്ലെന്നും മുഹമ്മദ് അലി പറയുന്നു. കുറ്റകൃത്യം കഴിഞ്ഞ് വർഷമേറെ കഴിഞ്ഞതും മരിച്ചയാളുകളെ തിരിച്ചറിയാൻ സാധിക്കാത്തതുമാണ് പോലീസിനെ കുഴയ്ക്കുന്നത്. സാഹചര്യങ്ങളും മൊഴികളും ഏറെക്കുറെ ശരിയായി വരുന്നതായും പോലീസ് കണ്ടെത്തി. വെളിപ്പെടുത്തൽ നടത്തിയ മുഹമ്മദ് അലിക്ക് മാനസിക പ്രശ്നമുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങളും പോലീസ് പരിശോധിക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് മിൻഹ വേൾഡ്.